നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിരുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വിപണിയിലേക്ക് വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എത്തുന്ന കുറച്ച് വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് 10 ഇലക്ട്രിക് വാഹനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഈ വരുന്ന മാസങ്ങളിൽ, ഇപ്പോൾ ഈ ഒരു വർഷം തുടങ്ങി 2025 തുടങ്ങി കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് കുറേയധികം വാഹനങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേയധികം വാഹനങ്ങൾ നമ്മളുടെ ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ വിവിധ കമ്പനികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് അവതരിപ്പിച്ച പല വാഹനങ്ങളിലും ഈ വരാനിരിക്കുന്ന മാസങ്ങളിൽ നമ്മളുടെ നിരത്തുകളിലേക്ക് എത്തുന്ന വാഹനങ്ങളുണ്ട്. പല പ്രോട്ടോടൈപ്പ് കോൺസെപ്റ്റ് വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചതും ഇനി അവതരിപ്പിക്കാനിരിക്കുന്നതും വരുന്ന മാസങ്ങളിൽ നമ്മളുടെ വിപണിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ നിരത്തുകളിലേക്ക് എത്താൻ സാധ്യതയുള്ളതുമായ ഒരു 10 വാഹനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ വാഹനം അത് മാരുതി സുസുക്കിയുടെ ഈ വിത്താരയാണ്. കാരണം മാരുതി സുസുക്കി ആദ്യമായിട്ട് ഇന്ത്യൻ നിരത്തിലേക്ക് ഒരു ഇലക്ട്രിക് വാഹനം അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആളുകളൊക്കെ ഉറ്റുനോക്കിയിരുന്നത് മാരുതി സുസുക്കിയിൽ നിന്ന് എപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം, ഒരു EV എത്തും എന്നുള്ളതായിരുന്നു. അതിനൊരു ഉത്തരം ആയിട്ടുണ്ട് മാരുതിയുടെ ഈ വിത്താര. അവർ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഔദ്യോഗികമായി ഈ ഒരു വാഹനം അവതരിപ്പിച്ചിട്ടുണ്ട്. വാഹനം അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ നിരത്തുകളിലേക്ക് എത്തും. വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാരുതി സുസുക്കി വാഹനത്തിൻ്റെ വില എന്തായാലും പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആവാനാണ് സാധ്യത. റേഞ്ച് 500 കിലോമീറ്റർ കിട്ടും എന്നാണ് മാരുതി സുസുക്കി അവകാശപ്പെടുന്നത്. അപ്പം ഒട്ടേറെ ഫീച്ചേഴ്സുള്ള ഒരു വാഹനമാണ്, ഒട്ടേറെ പുതുമയുള്ളൊരു വാഹനമാണ്. നമ്മൾ പ്രീമിയം ഡിസൈനോട് കൂടിയ വാഹനമാണ്. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്ന മാസങ്ങളിൽ നമ്മളുടെ നിരത്തുകളിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് സ്ഥാനം പിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാഹനം അത് മാരുതി സുസുക്കിയുടെ ഈ വിത്താര തന്നെയാണ്. ഓട്ടോ എക്സ്പോയിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച വാഹനം, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വെയിറ്റഡ് ആയിട്ടൊരു വാഹനമാണിത്. ഇത് നിരവധി പ്രത്യേകതകൾ. നമ്മൾ 2 ബാറ്ററി ഓപ്ഷനുകൾ ഈ ഒരു വാഹനം അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. ഒപ്പം തന്നെ റേഞ്ച്, വളരെ വലിയൊരു റേഞ്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ആളുകൾ വെയിറ്റ് ചെയ്തത് മറ്റൊരു കാര്യത്തിനുണ്ട്. കാരണം ഈ ഒരു വാഹനം പുറത്തിറക്കിയിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. സേഫ്റ്റിക്കും വലിയ പരിഗണന തന്നെ ഈ ഒരു വാഹനത്തിൽ മാരുതി സുസുക്കി ഒരുക്കുന്നുണ്ട്. ഇതും അഡാസിൻ്റെ ഒരു റഡാറാണ്. മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളെല്ലാ വാഹനങ്ങളിലും കാണുന്നത് 6 എയർ ബാഗ് ആണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ 7 എയർ ബാഗുകളാണ്. ഇനി രണ്ടാമത്തെ വാഹനം, മാരുതി സുസുക്കി ഒരു വാഹനം ഇറക്കിയാൽ അത് ഇപ്പോൾ ഈ സമീപഭാവിയിലായിട്ട് സ്വാഭാവികമായി മാരുതി ഇറക്കുന്ന വാഹനം ടൊയോട്ടയുടെ ആ ഒരു നിരയിലേക്കും വരും. നമ്മൾ കണ്ടതാണ്. മാരുതിയുടെ ഇപ്പോൾ നമ്മൾ ബ്രസയും അപ്പം തന്നെ ബലേനയും ഒക്കെ അപ്പുറത്ത് പോയി അർബൻ ക്രൂയിസറും അപ്പം തന്നെ ഗ്ലാൻസയും ഒക്കെ ആയത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല വാഹനങ്ങളും നമ്മൾ ഇപ്പോൾ എർട്ടിഗ റൂമിയോൺ ആയത് കണ്ടു, ഫ്രോങ്സ്, അങ്ങനെ നിരവധി വാഹനങ്ങൾ ടൊയോട്ട നിരയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ടൊയോട്ടയുടെ ഇന്നോവ മാരുതിയിലേക്ക് വന്നിട്ടുണ്ട്, ഇൻവിക്ടോ എന്ന് പറയുന്ന പേരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 ബ്രാൻഡുകൾ, ഈ മാരുതിയും ടൊയോട്ടയും തമ്മിൽ അങ്ങനെ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാരുതിയും ടൊയോട്ടയും തമ്മിൽ അങ്ങനെ ഒരു കൊളാബറേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ മാരുതി സുസുക്കിയുടെ ഒരു ഇലക്ട്രിക് വാഹനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ടൊയോട്ടയിലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ
മാരുതി സുസുക്കിയുടെ ഈ വിത്താര, ആ ഈ വിത്താരയുടെ ടൊയോട്ട പതിപ്പാണ് അർബൻ ക്രൂയിസർ BEV എന്നുള്ള വാഹനം. അർബൻ BEV എന്നാണ് നിലവിൽ ആ വാഹനത്തിന് ടൊയോട്ട വിളിപ്പേര് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ആ വാഹനം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ആ വാഹനം ഒരു പ്രൊഡക്ഷൻ മോഡൽ വാഹനം തന്നെയാണ്. നമ്മൾ ആ വാഹനം കണ്ടപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു പ്രൊഡക്ഷൻ മോഡൽ വാഹനം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അർബൻ BEV ആണ് ആളുകളൊക്കെ കാത്തിരിക്കുന്ന ഒരു വാഹനം. കാരണം മാരുതി നിരയിൽ വരുന്നൊരു വാഹനമാണ്. ഒപ്പം തന്നെ ടൊയോട്ടയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായുള്ള മാറ്റം ആ വാഹനത്തിനുണ്ട്. ഒപ്പം ടൊയോട്ടയുടെ ഒരു EV ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പം അതിന് കിട്ടുന്ന ഒരു ബ്രാൻഡ് വാല്യൂ, അതിന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ തന്നെയുണ്ട്. അപ്പം ആളുകളൊക്കെ കാത്തിരിക്കുന്ന ഒരു വാഹനം, അതായത് ഈ മാരുതിയുടെ ഈ വിത്താരയ്ക്കൊപ്പം തന്നെ വാഹനപ്രേമികളൊക്കെ കാത്തിരിക്കുന്ന മറ്റൊരു വാഹനമാണ് ഈ ഒരു അർബൻ BEV എന്ന് പറയുന്ന ഈ ടൊയോട്ടയുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനം. ഈ ഒരു വാഹനവും ഇപ്പോൾ ഈ വിത്താര ഇറങ്ങിയതിന് ശേഷം 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വാഹനവും ഔദ്യോഗികമായി അവതരിപ്പിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഈ മാരുതിയുടെ വാഹനത്തിൻ്റെ അതേ സ്പെക്കൊക്കെ തന്നെ ആയിരിക്കും ടൊയോട്ടയിലേക്ക് വരുമ്പോൾ അർബൻ BEVക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഏകദേശം 500 റേഞ്ച് വാഹനത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആളുകളൊക്കെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം ഈ അർബൻ BEV ആണ്. ഇനി മൂന്നാമത്തെ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ഇലക്ട്രിക് വാഹനത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാറ്റ മോട്ടോഴ്സാണ്. കാരണം നെക്സോണിൽ തുടങ്ങി ഇങ്ങോട്ട് ടാറ്റ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ, ഒരു EVയിൽ ശരിക്കും പരീക്ഷണം നടത്തുകയായിരുന്നു. ആ പരീക്ഷണം നടത്തി അത് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നെക്സോൺ ആദ്യം ഉണ്ടായിരുന്നത്, ഇനി ടിഗോർ, ടിയാഗോ, പഞ്ച് അടക്കമുള്ള ടാറ്റ നിരയിലെ വാഹനങ്ങളൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റി. അങ്ങനെ ടാറ്റ ഒരു ഇലക്ട്രിക്കിൽ വലിയൊരു വിപ്ലവം തന്നെ ഇന്ത്യൻ വിപണിയിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ടാറ്റയിൽ നിന്ന് ഒരു EV കൂടി വരുന്നുണ്ട്. അത് ഹാരിയറിൻ്റെ EV ആണ്. ഹാരിയറിൻ്റെ EV ഔദ്യോഗികമായി കമ്പനി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹാരിയർ EV എത്തും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും 1-2 മാസത്തിനുള്ളിൽ മെയ് ജൂൺ മാസത്തോടു കൂടി വിപണിയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലഭ്യമാകുന്ന വിവരം ആദ്യം അറിയിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ഈ ഒരു ടാറ്റയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ മാർച്ചോട് കൂടി എത്തും എന്നായിരുന്നു. എന്നാൽ അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസത്തോടു കൂടി വാഹനം എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഈ ഒരു വാഹനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. എന്നാലും അതൊരു പ്രൊഡക്ഷൻ മോഡലാണ്. അതിൽ ചില പ്രത്യേകതകൾ അവർ പറഞ്ഞിരുന്നു. അതായത് ഒരു 4 വീൽ ഡ്രൈവ് ഹാരിയർ EV എന്നാണ് അവർ അവിടെ ഒരു അനൗൺസ് ചെയ്ത ഒരു 4 വീൽ ഡ്രൈവ് വാഹനം കൂടി ഉണ്ടായിരുന്നു. ആ വാഹനം എത്തുമോ എന്നറിയില്ല. ഒരു 4 വീൽ ഡ്രൈവ് EV, അതായത് ഡ്യുവൽ മോട്ടറുള്ള ഒരു 4 വീൽ ഡ്രൈവ് ഹാരിയർ EV കൂടി അവിടെ അനൗൺസ് ചെയ്തിരുന്നു. ആ വാഹനം ആണോ ഈ വാഹനം എന്നൊരു സംശയമുണ്ട്. നോർമൽ ഹാരിയറിൻ്റെ EV മാത്രമാണോ എത്തുക, അതോ ഈ 4 വീൽ ഡ്രൈവ് കൂടി എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ടാറ്റയിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഹാരിയറിൻ്റെ ഇലക്ട്രിക് വാഹനം എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത 1-2 മാസം, അതായത് ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ, മെയ് മാസത്തോടു കൂടി തന്നെ ഹാരിയറിൻ്റെ EV ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും. ഇനി നാലാമത്തെ വാഹനത്തിലേക്ക് വന്നാൽ അത് MGയുടെ സൈബർസർ എന്ന വാഹനമാണ്. അത് ഓൾറെഡി വാഹനം പ്രഖ്യാപിച്ചു. അതിൻ്റെ വിലയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ബുക്കിംഗ് അടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും വരുന്ന ഒരു മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തോട് ആ വാഹനത്തിൻ്റെ ഡെലിവറി ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വാഹനം ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷം മുതലാണ് വാഹനത്തിൻ്റെ വില വരുന്നത്. അതൊരു സ്പോർട്സ് കാറാണ്. വളരെ മനോഹരമായൊരു വാഹനം. അത് നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്, അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. വാഹനം വളരെ മനോഹരമായൊരു വാഹനമാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഡോറ് തന്നെയാണ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സ്റ്റൈലൊക്കെ മനോഹരമാണ്. എന്തായാലും കൺവെർട്ടബിൾ ടോപ്പാണ് വാഹനത്തിന് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ MGയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരവ് ആ ഒരു സൈബർസ്റ്റർ തന്നെയാണ്.
ഈ വാഹനത്തിലുള്ളത് 77 കിലോവാട്ട് ബാറ്ററി പാക്കാണ്. ഇത് 450 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എന്നാണ് MG അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 510 HP ആണ് പവർ. 725 Nm ആണ് ഈ വാഹനത്തിൻ്റെ ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 180 km/h. ഒപ്പം തന്നെ 0 to 100 എത്താൻ 3.2 സെക്കൻഡുകൾ മാത്രം മതി ഈ ഒരു വാഹനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് 3.2 സെക്കൻഡിനുള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് 0 to 100 എത്തിക്കാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 60 മുതൽ 70 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ വാഹനം അതും MGയിൽ നിന്ന് ഉള്ളത് തന്നെയാണ്. MGയുടെ M9 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു വാഹനവും ഔദ്യോഗികമായി കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ MG അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനം. അതും വരുന്ന മാസങ്ങളിൽ അത് ജൂൺ ജൂലൈ മാസത്തോടുകൂടി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. M9 എന്നാണ് വാഹനത്തിൻ്റെ പേര്. അതായത് നമ്മളുടെ ടൊയോട്ടയുടെ വെൽഫെയർ, ഒപ്പം തന്നെ കിയയുടെ കാർണിവൽ ഇതുപോലുള്ള ഈ ഒരു കാറ്റഗറി വാഹനങ്ങൾക്ക് ഒരു വലിയ എതിരാളിയായാണ് ഈ ഒരു M9 എത്തുക. ഫീച്ചേഴ്സ് ഓവർലോഡഡ് എന്ന് തന്നെ പറയാം. കാരണം സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ഫീച്ചേഴ്സ് ഓവർലോഡഡ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ടൊയോട്ടയുടെ വെൽഫെയറിൽ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടുതൽ കംഫർട്ട് നൽകുന്ന രീതിയിലാണ് എന്തായാലും ഈ ഒരു M9 MG അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. വാഹനം ഒരു ജൂൺ ജൂലൈയോടുകൂടി ഇന്ത്യൻ വിപണിയിലേക്ക്, ഇന്ത്യൻ നിരത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ആറാമത്തെ വാഹനത്തിലേക്ക് വന്നാൽ അത് കിയയിൽ നിന്നാണ്. കിയയുടെ EV6 ആണ്. EV6 നിലവിലുള്ള വാഹനമാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കിയ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാഹനം. അതായത് ഒട്ടേറെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വാഹനത്തിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയ വാഹനമാണ്. അതും ഈ വരുന്ന അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മളുടെ വിപണിയിലേക്ക് എത്താൻ സാധ്യതയുള്ള വാഹനമാണ് കിയയുടെ EV6. ഓൾറെഡി വാഹനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനം അനൗൺസ് ചെയ്തതാണ്. അപ്ഡേറ്റ് വന്ന വാഹനമാണ് EV6. നമുക്കൊക്കെ അറിയാവുന്നതാണ്. വാഹനത്തെ സംബന്ധിച്ച് നിരവധി ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. വാഹനം അതായത് നമ്മൾ ഈ വെഹിക്കിൾ ടു ലോഡ് എന്നൊക്കെ പറയുന്ന ആ ഫീച്ചേഴ്സൊക്കെ മുൻപ് തന്നെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയൊരു വാഹനമാണ്. അതായത് ഈ വാഹനം ഉപയോഗിച്ച് മറ്റൊരു വാഹനം ചാർജ് ചെയ്യാം എന്നുള്ള ഫെസിലിറ്റി, അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആദ്യമായി തന്നെ ഇന്ത്യയിൽ വിപണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സുപരിചിതമാക്കിയ ഒരു മോഡൽ കൂടിയാണ് കിയയുടെ EV6 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ അതൊക്കെ വളരെ പ്രീമിയം ഡിസൈനാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ ഇൻറ്റീരിയർ അടക്കമുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റാണ് എന്തായാലും വരാനുള്ളത്. ഇനി ഏഴാമത്തെ വാഹനത്തിലേക്ക് വന്നാൽ വാഹനത്തിലുപരി അതൊരു പുതിയ ബ്രാൻഡ് തന്നെയാണ് എത്തുന്നത്. അത് വിയറ്റ്നാമിൽ നിന്നുള്ള വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി ഇന്ത്യയിൽ അവരുടെ വാഹനങ്ങൾ ഇറക്കി തുടങ്ങും എന്നാണ് വിൻഫാസ്റ്റ് പറയുന്നത്. വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കണ്ടതാണ്. അന്ന് വാഹനം പരിചയപ്പെടുത്തിയതാണ് വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങൾ. വിൻഫാസ്റ്റിൻ്റെ 2 മോഡലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഏഴാമത്തെ വാഹനം നമ്മൾ പറയുന്നത് വിൻഫാസ്റ്റിൻ്റെ V7 എന്ന് പറയുന്ന വാഹനമാണ്. അത് ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലെ മാസത്തിലേക്ക് എത്തും. 8ാമത്തെ വാഹനവും വിൻഫാസ്റ്റിൻ്റെ V6 എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഈ 2 വാഹനങ്ങളാണ് 7-8 വാഹനങ്ങൾ. അപ്പോൾ ഈ 2 വാഹനങ്ങളും ഈ പറഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും. കമ്പനി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ, ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ അവർ കുറേയധികം വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ വാഹനങ്ങളുണ്ടായിരുന്നു.
എന്നാൽ അതിൽ നിന്നൊക്കെ, അതായത് നമ്മളൊരു ചെറിയ വാഹനം, നമ്മൾ V7 എന്ന് പറഞ്ഞൊരു വാഹനം കണ്ടിരുന്നു. ഒപ്പം തന്നെ ഒരു ഹൈലക്സിനൊക്കെ ഒരു പറ്റിയ എതിരാളി എന്ന രീതിയിലൊരു മോഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം വാഹനങ്ങൾ വിൻഫാസ്റ്റിൻ്റെ നിരയിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും 2 മോഡൽ, V6 V7 അങ്ങനെ 2 മോഡൽ മാത്രമാണ് വിൻഫാസ്റ്റ് ഇന്ത്യൻ വിപണിയിലേക്ക് എന്തായാലും അവതരിപ്പിക്കുന്നത്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ഈ 2 വാഹനങ്ങളും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളതും. കമ്പനി അറിയിച്ച പ്രകാരമാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ അവർ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും, ഇന്ത്യയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി 9ാമത്തെ വാഹനത്തിലേക്ക് വരുമ്പോൾ അതൊരു സ്കൂട്ടറാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ സ്കൂട്ടർ വിപണി, ഇരുചക്ര വാഹന വിപണി അത് അടക്കി ഭരിക്കുന്ന ഒരു രാജാവ് എന്ന് പറയുന്നത്, അതായത് പ്രത്യേകിച്ച് സ്കൂട്ടർ വിപണി അടക്കി ഭരിക്കുന്ന ഒരു രാജാവ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ ആക്റ്റീവ തന്നെയാണ്. കാരണം ആക്റ്റീവ ഹോണ്ട അവതരിപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ട് അതിന് ലഭിച്ച ആ ഒരു ജനപ്രീതി, അതുവരെ ഉണ്ടായിരുന്നത് കൈനറ്റിക് ഹോണ്ട പോലെയുള്ള ചില വാഹനങ്ങൾ മാത്രമാണ് നമ്മുടെ വിപണിയിൽ ഉണ്ടായിരുന്നത്. ആക്റ്റീവ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കൂട്ടർ വിപണി അത് അക്ഷരാർത്ഥത്തിൽ തന്നെ മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് എല്ലാ ബ്രാൻഡുകളും സ്കൂട്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്റ്റീവ തന്നെ അതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരുന്നു. അത് 3G 4G 5G അടക്കമുള്ള ഓരോ ജനറേഷനുകൾ അതിന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആക്റ്റീവ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇലക്ട്രിക് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് ഏറ്റവും വലിയ പ്രത്യേകത, സ്വാപ്പബിൾ ബാറ്ററിയുള്ള വാഹനമായിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററി ഊരിക്കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഹോണ്ട തന്നെ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ അവരുടെ ഷോറൂമുകളുമായി ചേർന്ന് അല്ലെങ്കിൽ സർവീസ് സെൻ്ററുകളുമായി ചേർന്ന്, സർവീസ് സെൻ്ററിനോട് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ഈ ചാർജിങ് ഫെസിലിറ്റി അവർ സ്റ്റാർട്ട് ചെയ്യും. ഈ ബാറ്ററി സ്വാപ്പിംഗ് സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വാഹനവുമായി ചെന്ന് ഇതിനുള്ളിലെ ബാറ്ററി നമ്മൾ എടുത്ത് അവിടെ ഇട്ടതിന് ശേഷം അവിടുന്ന് ഫുൾ ചാർജുള്ള ബാറ്ററി എടുത്ത് നമുക്ക് പോരാം. 2 ബാറ്ററിയാണ് അത്തരത്തിൽ വരുന്നത്. അങ്ങനെ ഈ ഒരു ഹോണ്ടയുടെ ആക്റ്റീവ എന്തായാലും EV ആയിട്ട് വരുന്നുണ്ട്. അത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ നിലവിലുള്ളത് ഓല ഏതർ പോലുള്ള ഉണ്ട്, ഒപ്പം തന്നെ TVSൻ്റെ iQube ഉണ്ട്, ബജാജിൻ്റെ ചേതക്കുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക നിർമ്മാണ കമ്പനികളും ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇറക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഹോണ്ടയുടെ വരവോടുകൂടി, ആക്റ്റീവയുടെ വരവോടുകൂടി അതിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആക്റ്റീവ ഈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 102 കിലോമീറ്ററാണ്. 2 ഓപ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഹോണ്ട റോഡ് സിംഗ് ഡുവോയും ആക്റ്റീവ ഇ. അങ്ങനെ ആക്റ്റീവ ഇയിൽ തന്നെ നോർമലും റോഡ് സിംഗ് ഡുവോ എന്ന് പറയുന്നൊരു വേരിയൻറ്റ്, അങ്ങനെ 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ 2ലും 102 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. അപ്പം 0 to 60 എത്താൻ 7.3 സെക്കൻഡാണ് ആവശ്യമുള്ളത്. അപ്പം ഈ 2 മോഡൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 22 ന്യൂട്ടൺ മീറ്ററാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം വരുന്നത്, പ്രധാനപ്പെട്ടമായി ഇതിൻ്റെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1854 മില്ലിമീറ്ററാണ്. വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 700 mm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1125 mm ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 1110 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഉപയോഗിച്ച മോട്ടർ എന്ന് പറയുന്നത് അതായത് 6 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. ഇനി 10ാമത്തെ വാഹനത്തിലേക്ക് വന്നാൽ അത് ഹോണ്ടയുടെ തന്നെയാണ്. ഹോണ്ടയുടെ QC1 എന്ന് പറഞ്ഞൊരു വാഹനം കൂടി വരുന്നുണ്ട്. അതും ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതായത് ആക്റ്റീവയേക്കാൾ കുറച്ചുകൂടി ചെറിയൊരു വാഹനമായാണ് QC1 വരുന്നത്. അതായത് കുറച്ച് ചെറിയ വാഹനം, നമ്മൾ കുറച്ചുകൂടി ക്യൂട്ടാക്കിയ വാഹനം എന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ആക്റ്റീവയിൽ വരുന്ന അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. ആക്റ്റീവയിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ടച്ച് സ്ക്രീൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ QC1ലേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അത്രയും ഫീച്ചേഴ്സ് വരുന്നില്ല, ഫീച്ചേഴ്സ് കുറവാണ്. ഒപ്പം തന്നെ ഡിസൈനിലും കുറച്ച് അധികം വലിയ മാറ്റങ്ങളൊക്കെ QC1ലുണ്ട്. അത് വളരെ മനോഹരമായ ഒരു ക്യൂട്ട് വാഹനമാണ് QC1. QC1ഉം ഈ ഒരു വരുന്ന സമീപ
മാസങ്ങളിൽ തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വരാനിരിക്കുന്ന നമ്മുടെ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് എന്തായാലും ഈ ഒരു ഹോണ്ടയുടെ QC1 എന്ന് പറയുന്ന മോഡൽ. മറ്റൊരു കാര്യങ്ങൾ നേരത്തെ LED ആണ് ലൈറ്റുകളും ഹെഡ്ലൈനും ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററുകളും എല്ലാം LED ആണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 12.70 സെൻറ്റിമീറ്റർ ആണ്. LCD സ്ക്രീനാണ്, 5 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ് വരുന്നത്. അപ്പം അതും IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ 2 ഡ്രൈവ് മോഡുകളുണ്ട്, അതായത് എക്കോണമി, സ്റ്റാൻഡേർഡ്, അങ്ങനെ 2 ഡ്രൈവ് മോഡുകളും ഈ ഒരു QC1 ഹോണ്ട ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കണ്ടത് ഇനി ഈ വരുന്ന മാസങ്ങളിൽ, വരാനിരിക്കുന്ന മാസങ്ങളിൽ നമ്മളുടെ വിപണിയിലേക്ക് എത്തുന്ന ഒരു 10 വാഹനത്തെക്കുറിച്ച് മാത്രമാണ്. ഇനിയും ഒട്ടനവധി വാഹനങ്ങൾ നമ്മളുടെ വിപണിയിലേക്ക് എത്താനുണ്ട്. പ്രധാനമായും മഹീന്ദ്രയുടെ BE സീരീസിൽ, അതായത് ബോൺ ഇലക്ട്രിക് സീരീസിലുള്ള വാഹനങ്ങൾ വരാനുണ്ട്. ഒപ്പം ടാറ്റയുടെ വാഹനങ്ങൾ വരാനുണ്ട്. മറ്റ് പല വാഹന നിർമ്മാണ കമ്പനികളുടെയും നിരവധി വാഹനങ്ങൾ ഈ വർഷം ഇനി അങ്ങോട്ട് വരാനുണ്ട്. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട 10 ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ സ്കൂട്ടർ വിപണിയിലേക്ക്, ഇരുചക്ര വാഹന വിപണിയിലേക്ക് വന്നാൽ അവിടെയും ഒട്ടനവധി വാഹനങ്ങൾ ഇനി വരാനുണ്ട്. എന്തായാലും നമ്മളുടെ വാഹന വിപണി അത് സജീവമായി സമൃദ്ധമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളുടെ ഡിജിഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം അതിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയ വാഹനം, പുതിയ വിശേഷങ്ങളോട് പുതിയ വീഡിയോയിൽ കാണാം. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.